പ്രൈസ് ഗോഡ്, ആവേ മരിയ. ഈ വർഷം തന്നെ ഞാൻ 3 തവണ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തു. ആദ്യം ചെയ്തപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും കുറച്ചും കൂടെ വിശുദ്ധിയോടെ ഒരുങ്ങി ചെയ്ത് 3ാമത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ ഒരു കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരെപ്പോഴും ക്ലേശങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുക. പക്ഷെ ഒരിക്കലും അത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും എത്രമാത്രം സ്വർഗത്തിലെത്താനും സഹായിക്കുന്നതെന്ന് അറിയത്തില്ല. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ ഇങ്ങനെയൊരു വാക്ക് പറയുന്നുണ്ട്: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. അപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ എളിമപ്പെടാനും അതുപോലെ തന്നെ എൻ്റെ ക്ലേശങ്ങളിൽ എനിക്ക് ഒരുപാട് ആനന്ദം കണ്ടെത്താനും നമ്മൾ ആ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നതിൽ വഴി നമ്മൾ ഇവിടുത്തെ നിധിയേക്കാൾ ഉപരി നമുക്ക് നാളെ കാണാനിരിക്കുന്ന മഹത്വം ഭയങ്കര വലുതാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ അമ്മേനെ ഏൽപ്പിക്കുന്ന ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്കിവിടെ ഒരു മരിയൻ ഷ്രൈനിൽ, ഡൊമിനിക്കൻ ഫാദേഴ്സിൻ്റെ ഒരു മരിയൻ ഷ്രൈനിൽ പോകാൻ പറ്റി. അവിടെ എന്നെ ഒരു അമ്മച്ചിയാണ് കൊണ്ടുപോയത്. അവിടെ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം അമ്മയുടെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അമ്മ ഉള്ളിടത്ത് നമ്മളെ എത്തിക്കും, അമ്മ പോലും അറിയാതെ. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്ത വിമല ഹൃദയ പ്രതിഷ്ഠ അവർ ലേഡി ഓഫ് മേഴ്സി, അമ്മയുടെ നാമത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ തന്നെ എനിക്കത് അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ തന്നെ പോയി അത് പൂർണ്ണമായിട്ട് പ്രതിഷ്ഠിക്കാനുള്ള ഒരു സാഹചര്യവും, പരിശുദ്ധ കുർബാനയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, ആരാധനയുടെ മുന്നിൽ പോയിട്ടിരിക്കാനും ത്യാഗങ്ങൾ ഏറ്റെടുക്കാനൊക്കെയുള്ള ഒരു കൃപ എനിക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തത് വഴി ഉണ്ടായി. കാരണം നമ്മൾ എത്രമാത്രം വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നോ അമ്മയുടെ കൈ കൊടുക്കുക. അമ്മ നല്ല തിളങ്ങുന്ന ഒരു മുത്തായിട്ട് അമ്മ ഈശോയിലേക്ക് പ്രതിഷ്ഠിക്കും നമ്മളെ. ആമേൻ.